സ്നേഹത്തിന്റെ ആഴം ഞാൻ അറിഞ്ഞത്. എന്നെ എപ്പോഴാ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്? സത്യം പറഞ്ഞോട്ടെ? സത്യം തന്നെ പറയണം. ആദ്യം കണ്ടപ്പോ തന്നെ. പിന്നെ എന്തിനാ എന്നെ? അതെന്റെ സ്വാർത്ഥമാണ്. നിന്നെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്റെ കണ്ണടയുന്നതിന് മുൻപ് യമുനയെ ജയനെ ഏൽപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ജയന് യമുനയെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ അവരുടെ കല്യാണം നടക്കാൻ പാടില്ല. യശോദയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഏട്ടന് പറയാൻ ഒരുപാട് ന്യായങ്ങളുണ്ട്. പക്ഷെ യമുനടുത്തേക്ക് ചോദിക്കുന്നവരോടൊക്കെ ചെറുക്കന്റെ സമ്മതമില്ലാതെയാണ് കാർഡടിച്ചതും ക്ഷണിച്ചതും എന്നൊക്കെ എല്ലാവരോടും പറയാൻ പറ്റുമോ? എനിക്ക് നിന്നെ മനസ്സിലാകും. പക്ഷെ യശോദയും ശോഭയും ഇപ്പോഴും ആ കല്യാണം നടത്തണമെന്ന വാശിയിലാണ്. അവനടുത്ത് നിൽക്കുമ്പോ പണ്ടത്തെ നിലവിളി വീണ്ടും കേൾക്കില്ല നീ? ഇല്ല. അതെന്താ? അതേ ആൾ തന്നെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. നീ നിന്റെ കരച്ചിൽ കേൾക്കില്ലായിരിക്കും, പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് ചോര ഒഴുകുന്നത് കാണാൻ പറ്റില്ലേ നിനക്ക്? ഏട്ടൻ ഇപ്പോഴും ഭരതനെ സംശയിക്കുകയാണ്. സംശയിക്കുന്നതല്ല, സത്യമാണ്. ഈ കല്യാണം നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്ന കെണിയാ ഭരത. ആരും അറിയാതെ നീ ഈ ലോകം വിട്ടു പോകും. ഒരീച്ച പോലും അറിയാതെ ഈ അശ്വതി നിനക്ക് ശവക്കച്ചേർക്കും. ഇപ്പോഴും നിന്നെ ഓർത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട്. കല്യാണം മുടങ്ങിയിട്ടും നിന്നെ മറക്കാൻ പറ്റിയിട്ടില്ല അവൾക്ക്. യമുനയോട് പറയാൻ മനസ്സിൽ നീ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോടാ? ഇല്ല. പിന്നെന്തിനാ മോളെ നീ എപ്പോഴെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? വിഷമം ഉണ്ടാവാതിരിക്കോ? കല്യാണ പെണ്ണായി ഒരുങ്ങി നിന്നിട്ട് കണ്ണീരൊഴുക്കി തിരിച്ചു പോരേണ്ടി വന്ന ഏത് പെണ്ണായാലും വിഷമിക്കില്ലേ? ഒക്കെ കഴിഞ്ഞില്ലേ മോളെ? ഇനിയും അത് തന്നെ ഓർത്തോണ്ടിരിക്കുന്ന എന്തിനാ? മറന്നൂടെയില്ല. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റോ ഞാൻ അനുഭവിച്ച വീർപ്പുമുട്ടൽ? ഇവിടെ നിന്ന് മാറി നിന്നിട്ടും മനസ്സിന്റെ വിങ്ങൽ അടങ്ങിയിട്ടില്ല. അപ്പോ നീ സങ്കടപ്പെടില്ല എന്ന് പറഞ്ഞത് അമ്മയെ കൂടി കരയിക്കാനാണോ? സങ്കടപ്പെടില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാ. പക്ഷേ വിഷമം തീരണമെങ്കിൽ എല്ലാം മറക്കാൻ പറ്റണം. അതത്ര എളുപ്പമാണോ? മറക്കണമെന്ന് അമ്മ പറയില്ല. പക്ഷെ വിഷമങ്ങളൊക്കെ ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കി വെക്കരുത്. എല്ലാം ഈ അമ്മയോട് പറയണം. നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. അതുകൊണ്ടല്ലേ അമ്മയുടെ മോൾ ഒരു അവിവേകം കാണിക്കാതിരുന്നത്? കല്യാണം കൂടാൻ വന്നവര് കുത്തി കുത്തി ഓരോന്ന് ചോദിച്ചിട്ടും എല്ലാം ഉള്ളിലൊതുക്കി വെച്ച് കരുതലോടെ പ്രതികരിച്ചില്ല ഞാൻ. ഹൃദയം ഒരുക്കിയിട്ടും കണ്ണുകളിലൂടെ ചോരാതിരിക്കാൻ ആവോളം പാടുവിട്ടില്ല ഞാൻ. അന്നെന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണീര് പൊടിഞ്ഞിരുന്നെങ്കിൽ സഹതപിച്ച് ശിക്ഷിക്കാൻ ഒരുപാട് പേര് വരുമായിരുന്നു. അതുകൊണ്ടാ കരയണമെന്ന് തോന്നിയിട്ട് കരയാതിരുന്നത്. എന്നാലും നിന്റെ മുഖം കാണുമ്പോൾ അമ്മയ്ക്ക് പേടിയാവുന്നു. പേടിക്കണ്ട. ഈ മോൾ അമ്മയെ തനിച്ചാക്കി എങ്ങോട്ട് പോവില്ല. പക്ഷെ കഴിഞ്ഞതൊക്കെ മറക്കാൻ എനിക്ക് കുറെ സമയം വേണം. യശോദയും ശോഭയും നിന്നെ കാണാൻ വന്നിരുന്നു മോളെ. യശോദ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ കാത്തിരിക്കുക. അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാ. എന്നെ ഇഷ്ടമല്ലെന്ന് നേരിട്ട് പറഞ്ഞതല്ലേ ജയേട്ടൻ? പിന്നെ ഞാൻ എന്തിനാ കല്യാണ പെണ്ണായി ഒരുങ്ങി തറവാട്ടുകാവിലേക്ക് പോയത്? നിന്നെ ജയനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അടങ്ങുമെന്ന വാശിയില്ല യശോദ. ശോഭി അത് തന്നെ പറഞ്ഞു. അവര് പറഞ്ഞാലും പറയേണ്ട ആള് പറയാതെ ഇനി ഞാൻ എങ്ങനെ കല്യാണ പെണ്ണായി മണ്ഡപത്തിലേക്ക് പോവും? പക്ഷേ ജയൻ പറയണം. പറയിപ്പിക്കും ഞാൻ.
എൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്തത്. നിന്നെ കാണാൻ വന്നതും അതുകൊണ്ട് തന്നെയാണ്. ചെയ്തതിലൊന്നും എനിക്കൊട്ടും കുറ്റബോധമില്ല. അനിയത്തിയായി കരുതുന്ന പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തേണ്ടി വന്നില്ലല്ലോ എന്ന ആശ്വാസമുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളുടെ അമ്മ എന്നോട് കല്യാണ പെണ്ണായി ഒരുങ്ങി കാവിലേക്ക് വരാൻ പറഞ്ഞത്? വേഷം കെട്ടി നിർത്തിയിട്ട് എന്റെ ഉള്ളു പുകയുന്ന കണ്ട് ചിരിക്കാനോ? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, മായ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ലെന്ന്. അമ്മായിക്കും അക്കാര്യം അറിയായിരുന്നു. എന്നിട്ട് നീ എന്തിനാ കെട്ടിയൊരുങ്ങി കാവിലേക്ക് പോയത്? അത് നിങ്ങളുടെ മുഖം മൂടി പിച്ചി ചീന്താൻ. എന്നെ പ്രലോഭിപ്പിച്ച് വശത്താക്കിയിട്ട് മറ്റൊരു പെണ്ണിന്റെ പുറകെ പോയെന്ന് കല്യാണം കൂടാൻ വന്നവരെ മുഴുവൻ അറിയിക്കാൻ. നീ എന്നോട് പകവിട്ട് കാണും. അമ്മ പലവട്ടം ചോദിച്ചതാ കാവില് നിങ്ങൾ വരാതിരുന്നാലോന്ന്. വരുമെന്ന് പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുമ്പോഴും എനിക്കറിയായിരുന്നു നിങ്ങൾ ഒരിക്കലും അവിടെ വരില്ലെന്ന്. മായ എന്നൊരു പെണ്ണിന്റെ പേര് പറഞ്ഞ് എന്റെ മനസ്സ് തളർത്തിയ നിങ്ങൾ ആര് നിർബന്ധിച്ചാലും എന്റെ കഴുത്തിൽ താലി കെട്ടാൻ വരില്ലെന്ന് അന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ട് ഞാൻ പോയി പുതിയ കല്യാണ സാരി ഉടുത്ത് സർവാഭരണ വിഭൂഷിതയായി. മണ്ഡപത്തിൽ വെച്ച് നിങ്ങൾ എനിക്കൊരു മംഗല്യപ്പട്ട് തരുമെന്ന് പറഞ്ഞിരുന്നു അമ്മ. അപ്പോഴൊക്കെ ഞാൻ ഉള്ളിൽ ചിരിച്ചത് എന്റെ അമ്മ കണ്ടിട്ടില്ല. നിങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങളുടെ അദൃശ്യമായൊരു സാന്നിധ്യമുണ്ടായിരുന്നു ഞാൻ ഉള്ളിടത്തൊക്കെ. ദക്ഷിണ കൊടുക്കുമ്പോഴും അമ്മയുടെ കാലിൽ തൊട്ട് വന്ദിക്കുമ്പോഴും ദേവിയുടെ തിരുനടയിൽ കൈകൂപ്പി നിൽക്കുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരു കാറിന്റെ മുരൾച്ച. അതിലുമുറക്കെ വലിയ വീട്ടിലെ യശോദയുടെ നിലവിളി. വന്നല്ലോ നിങ്ങളുടെ പൊന്നനീത്തി ശോഭ. ഞാൻ കേൾക്കാൻ കാത്തിരുന്നത് പറഞ്ഞു തരാൻ. എല്ലാവരും കരഞ്ഞപ്പോ ഉള്ളിൽ പൂത്തിരി കത്തിച്ചതുപോലെ ചിരിക്കായിരുന്നു ഞാൻ. എന്നാലും നടുക്ക് അഭിനയിക്കണ്ടേ? അമ്മയോടൊപ്പം വെറുതെ ഒന്ന് കരയണ്ടേ? നാട്ടുകാരെ കൊണ്ട് പാവം പെണ്ണെന്ന് പറയിപ്പിക്കണ്ടേ? ഒക്കെ ഞാൻ ചെയ്തത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇനി നിങ്ങൾക്കൊരിക്കലും മായയുടെ കഴുത്തിൽ താലി ചാർത്തി മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. എന്നെ എപ്പോ കണ്ടാലും ജയേട്ടാന്ന് വിളിച്ച് ഓടി വരുമായിരുന്നു നീ. അവസാനം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാ വിളിച്ചത്. പക്ഷേ ഇപ്പോ ജയേട്ടാന്ന് ഒരു തവണ പോലും വിളിച്ചില്ല. അതിന്റെ അർത്ഥം മനസ്സുകൊണ്ട് നമ്മൾ അകന്നു കഴിഞ്ഞു എന്നല്ലേ? ഇനി കല്യാണം കഴിയുന്നതുവരെ ഈ അകൽച്ച ഉണ്ടാവും. യമുനെ, നമ്മൾ തമ്മിലുള്ള കല്യാണം ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നടന്നില്ലെങ്കിലും അമ്മായി പറഞ്ഞ ഇനി എത്ര തവണ വേണമെങ്കിലും ഞാൻ കല്യാണ സാരി ഉടുക്കും. എന്റെ ജീവിതത്തിൽ ഒരേ ഒരു പുരുഷനെ ഉണ്ടാവും, അത് നിങ്ങൾ മാത്രമാ. അങ്ങനെ അത് നിനക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല യമുനെ. അതിന്റെ അർത്ഥം നിങ്ങൾ മായയെ മാത്രമേ കല്യാണം കഴിക്കുന്നല്ലേ? അതെ. എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് അവൾ തട്ടിയെടുത്താൽ അതൊരു ക്രൈം ആവില്ലേ? ആവും. അങ്ങനെ ചെയ്താ ഞാൻ അവളെ ശിക്ഷിക്കും. നിനക്ക് എന്താ യമുനെ, ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിച്ച ആ ഒറ്റ കാരണം കൊണ്ട് നിങ്ങളെ മായ കൊണ്ടുപോവില്ലേ? വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അത്ര എളുപ്പം. നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ അവൾക്ക് എന്റെ വഴിയിലെതിരെ വരരുതെന്ന്? യമുനെ, ഞാൻ പറയുന്നത് നീ പഴയ അനിയത്തി കഥയല്ലേ? മടുത്തു. വേറെന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഉണ്ട്. നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചുകൂടാ. ആര് പറഞ്ഞു ഈ വിട്ടിത്തം? യമുനെ, വെറുതെ വാശി വേണ്ട. ഞാൻ മതി. പിന്നെ വന്നിരിക്കുകയാണ് യമുനയെ കരയിക്കാൻ. അമ്മായി സത്യം പറഞ്ഞു മനസ്സിലാക്കാൻ വന്നതാ ഞാൻ. പക്ഷെ ഇവള് വെറുതെ. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. താലി കിട്ടാൻ നേരത്ത് പ്രേമിച്ച പെണ്ണിനെ തേടി പോയ നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല. എന്റെ മോളുടെ കണ്ണീരിൽ നിന്റെ മായയുടെ ജീവിതം ഒലിച്ചു പോകും. അതിന് ഇവളുടെ കണ്ണുകളിൽ കണ്ണുനീരില്ലല്ലോ, തീയല്ലേ? എന്നെ ചുട്ടുകൊല്ലാനുള്ള തീ. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. എനിക്ക് വേണ്ടത് മായയെ മാത്രമാണ്. താലി കെട്ടാൻ നേരത്ത് നിങ്ങളെ കാത്തിരുന്ന് കരയണ്ടേ അവള്? കരയിക്കും ഞാൻ. ആ അമ്മേ, ദാ ആരാ വന്നിരിക്കുന്നെന്ന് നോക്കി. അമ്മയുടെ സീമന്തപുത്രൻ. എന്തേട്ടാ ഇന്നലെ വരാതിരുന്നത്? ഞങ്ങളൊക്കെ കാത്തിരിക്കായിരുന്നു. ഇന്നെന്താടി ഇത്രയും നാളും കാണാത്തൊരു സ്നേഹം? എന്താ സ്നേഹിക്കണ്ടേ? അത്രയ്ക്ക് ഉപകാരം ചെയ്തിട്ടല്ലേ പുന്നാരമോൻ നാട് വിട്ടു പോയത്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. ദേ വന്നിരിക്കുന്ന നമ്മുടെ പുന്നാരമോൻ. അച്ഛനെന്തിനാ അവിടെ ഒളിച്ചു നിൽക്കുന്നേ? പുറത്തേക്ക് ഇറങ്ങി വന്നേ. ഞാൻ ഒളിച്ചു നിന്നൊന്നുമല്ല. നിങ്ങൾക്കൊന്നും പറയാനില്ലേ നമ്മുടെ മോനോട്? ഞാൻ എന്തു പറയാനാ യശോദേ? ഉപദേശങ്ങളൊക്കെ തീർന്നു പോയോ? ആ സാരമില്ല,
എന്തെങ്കിലും നല്ല രണ്ട് വാക്ക് പറഞ്ഞാ മതി. എല്ലാരും ചേർന്ന് പരിഹസിക്കണ്ട. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ യമുനയായിട്ടുള്ള കല്യാണം നടക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെ കാവല് വരാതിരുന്നത്. മാത്രമല്ല, അന്ന് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ മോൻ പറഞ്ഞു കേട്ടില്ലേ, താലി കെട്ടാൻ വരാത്തത് മീറ്റിംഗ് ഉണ്ടായിരുന്നോണ്ടാണ്. അമ്മ വിശ്വസിച്ചു. നീ വിശ്വസിച്ചോ ശോഭേ? വിശ്വസിച്ചു. നിങ്ങളോ മനുഷ്യ? അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട യശോദ. കഴിഞ്ഞതൊക്കെ മറന്ന് അകത്തേക്ക് വിളിക്കേ. വെറുതെ വിളിച്ചാ മതിയോ? താലപ്പൊലിയും പാണ്ടിമോളും ഒക്കെ വേണ്ടേ? വേണമെങ്കിൽ എന്റെ ഒരു കഥകളിയും കൂടെ ആകാം. യമുനെ എന്തുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാതിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തിനാ ഈ നാടകം? ഇതൊക്കെ നാടകം തന്നെയാ. പക്ഷേ നാടകമല്ലാത്ത ഒരു കാര്യം കാണിച്ചു തരാം. എന്റെ മോൻ അകത്തോട്ട് വന്നാട്ടെ. ഹോ, അങ്ങനെയെങ്കിലും അകത്തേക്ക് വിളിച്ചല്ലോ, ഭാഗ്യം. വെറുതെ വിളിച്ചതല്ല, എന്റെ മനസ്സ് അവനൊന്ന് കാട്ടിക്കൊടുക്കണ്ടേ? അല്ലെങ്കിൽ വലിയ വീട്ടിൽ യശോദ തോറ്റുപോയെന്ന് നാളെ ഇവനും പറയില്ലേ? വാ മോനെ, വന്നാട്ടെ. ചെല്ലേ. മോനെ, ദാ നോക്ക്. അവിടെ ഒരു വിളക്കൂടി കത്തിച്ചു വെക്കായിരുന്നില്ലേ? ആലോചിച്ചതാ, പക്ഷേ പറ്റിയൊരു സ്റ്റാൻഡ് കിട്ടിയില്ല. നിങ്ങളൊരു നിങ്ങൾ ഒരു അമ്മയാണോ എന്നല്ലേ നീ ചോദിക്കാൻ പോയത്? അല്ല, അമ്മയല്ല. അമ്മയായിരുന്നെങ്കിൽ ഫോട്ടോയിൽ മാലയിട്ട് വെക്കില്ലായിരുന്നു. കണ്ട ഉടനെ തല്ലി കൊല്ലുമായിരുന്നു. കല്യാണ ദിവസം ഒളിച്ചു പോയിട്ട് എന്റെ മുന്നിൽ ജീവനോടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അമ്മയുടെ മുന്നിൽ വരാൻ ഞാൻ പേടിക്കുന്ന എന്തിനാ? പേടിക്കണം. അത്രയ്ക്ക് ഭീകരമായ തെറ്റാ നീ ചെയ്തത്. ഒരു പെണ്ണിന്റെ മനസ്സിൽ തീ കോരിയിട്ടു നീ. കല്യാണ പെണ്ണാക്കി ഒരുക്കി നിർത്തിയിട്ട് അവഹേളിച്ചോളെ. കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നവർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു പാവം പെണ്ണിന്റെ കഥ പറഞ്ഞു കൊടുത്തു നീ. എന്നിട്ട് ഉളുപ്പില്ലാതെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നല്ലോ നീ. നാണമില്ലേ നിനക്ക്? യശോദേ, പറഞ്ഞു തീർന്നില്ല മനുഷ്യ. തെറ്റും ശരി നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സാ. എനിക്ക് ശരിയെന്ന് തോന്നിയത് നിങ്ങൾക്ക് തെറ്റായത് എന്റെ കുറ്റമല്ല. ഓ, അച്ഛന്റെ മോൻ തന്നെ. സുഭാഷിതം കേട്ടില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു. ജയൻ തിരിച്ചു വന്നില്ലേ? ഇനിയെങ്കിലും ആ ഫോട്ടോ ഇത് മാല മാറ്റിക്കൂടെ? മാല മാറ്റി ഞാൻ. ഇപ്പോഴല്ല, യമുനയുടെ കഴുത്തിൽ ഇവൻ താലി കെട്ടി കഴിയുമ്പോ. അതുവരെ ദിവസവും എനിക്ക് കണി കാണാനുള്ളതായി ഈ ഫോട്ടോ. അതിന്റെ അർത്ഥം ഞാൻ ചത്തുപോയിന്നല്ലേ? ഫോട്ടോയും മാല കണ്ടപ്പം നിനക്ക് മനസ്സിലായില്ലേ? ഇനി നീ ജീവിച്ചു വരണം. അതിനാ കല്യാണം. എന്നാ പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. യമുനയുമായിട്ടുള്ള കല്യാണം ഒരിക്കലും നടക്കില്ലെന്ന് ഇപ്പോഴും അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നാലും നിനക്ക് മായ കിട്ടില്ല ജയകൃഷ്ണ. കൊന്നുകളെ ഞാൻ അവളെ. അങ്ങനെ ഒരു ചിന്തയും കൊണ്ട് നീ മായയെ കാണാൻ പോകരുത് യശോദ. മായയ്ക്കൊരു ചേച്ചിയുണ്ട്, അശ്വതി. അവളാ നമ്മുടെ ശോഭയുടെ കരണം പുകച്ചു വിട്ടത്. നിനക്ക് അവരുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അതുപോലൊരെണ്ണം കിട്ടിയാൽ വലിയ വീട്ടിലെ യശോദയാണെന്നും പറഞ്ഞ് പിന്നെ എപ്പോഴും ഞെളിഞ്ഞു നടക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ ചത്തുപോയിന്ന് പറഞ്ഞ് ഫോട്ടോയിൽ മാലയിടുന്നതോ വിളക്ക് വയ്ക്കുന്നതോ ഒന്നും എതിർക്കുന്നില്ല ഞാൻ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ നീ പറഞ്ഞു വരുന്നത് ആരെതിർത്താലും ഇവിടെ കയറി താമസിക്കുന്നല്ലേ? അതെ. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം വരെ അത് നടക്കില്ല. കടക്ക് പുറത്ത്. അതിനെ ഇത് വലിയ വീടല്ലല്ലോ, കൃഷ്ണനുണ്ണിയുടെ തറവാടല്ലേ. അപ്പോ ഇവിടെ ആരൊക്കെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അച്ഛനാണ്. വേണമെങ്കിൽ വലിയ വീട്ടിലെ യശോദയെ പോലും ഈ വീട്ടിൽ നിറക്കി വിടാൻ അച്ഛന് പറ്റും. എന്നാ അച്ഛൻ തന്നെ അത് പറയും. ഇറങ്ങി പോകാൻ പറ മനുഷ്യ ഈ അസുരൂപത്തിനോട്. യമുനയുടെ കല്യാണം കഴിക്കാന്ന് പറയുന്നതുവരെ ഏട്ടന് വീട്ടിൽ കയറ്റണ്ട. നമ്മളും കൂടി ഉപേക്ഷിച്ചാ പിന്നെ ഇവൻ എവിടെ പോകും യശോദേ? തൽക്കാലം എങ്ങോട്ടും വിടണ്ട. കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഓ, ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കും. നീ പടി.
മായേ മായയെ കാണാൻ ആരോ പുറത്തു വന്നിരിക്കുന്നു. ഞാനിപ്പോ വരാം. ശരി. എന്താ? വഴിയിൽ വെച്ച് യാദൃച്ഛികമായി കണ്ടതല്ല, തേടി വന്നതാ ഞാൻ നിന്നെ. എന്താ കാര്യം? നീ അറിഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വന്നതാ. മനസ്സിലായില്ല. നിന്റെ ജയകൃഷ്ണൻ കാരണം എന്റെ കല്യാണം മുടങ്ങി. എന്റെ ജയകൃഷ്ണനോ? അങ്ങനെയാ ജയകൃഷ്ണൻ എന്നോട് പറഞ്ഞത്. നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ലെന്ന് ഇന്നലെയോ അയാൾ എന്റെ മുഖത്ത് നോക്കി തീർത്തു പറഞ്ഞു. അതെന്റെ പ്രശ്നമല്ല. ഞാൻ ജയകൃഷ്ണനോട് ഇപ്പോഴും ആ രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും എന്ന് പറഞ്ഞതിൽ ഒരു അപകടം മണക്കുന്നുണ്ടല്ലോ. എന്താ, ദിവസവും കണ്ട് ചെറിയൊരു ഫീൽ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടോ നിന്റെ മനസ്സിൽ? ഐ മീൻ, ഒരു സഹതാപ തരംഗം. നമ്മൾ ആകെ 2 വട്ടമേ കണ്ടിട്ടുള്ളൂ. 2 വട്ടവും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ജയകൃഷ്ണൻ എന്റെ ആരുമല്ലാന്ന്. അത് നിനക്ക് ഇനിയും ബോധ്യമായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയല്ലല്ലോ അയാൾ ഇന്നലെ നിന്നെ കുറിച്ച് പറഞ്ഞത്. അയാൾ പറയുന്നതൊക്കെ എന്നോട് ആലോചിച്ചിട്ടാണോ? നീ വലിയൊരു അപകടത്തിന്റെ വക്കില. അത് ഓർമ്മിപ്പിക്കാനായി ഈ കൂടിക്കാഴ്ച തന്നെ. എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിലും ജയകൃഷ്ണൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. വലിയ വീട്ടിൽ യശോദ വീണ്ടും ആലോചിക്കും ഞങ്ങളുടെ കല്യാണം. അതിനെന്താ തടസ്സം? തടസ്സം നീ തന്നെയാണ് മായ. നീ ജീവിച്ചിരുന്ന ജയകൃഷ്ണൻ എന്നെ വിവാഹം കഴിക്കില്ല. അതുകൊണ്ട് നിന്റെ കല്യാണം നടക്കാൻ ഞാൻ ആത്മഹത്യ ചെയ്യണോ? ചെയ്താ നന്നായിരുന്നേനെ. എങ്കിൽ ജയകൃഷ്ണൻ പിന്നീട് ഒരിക്കലും നിന്റെ പേര് പറയാതിരുന്നേനെ. പക്ഷെ ചാവാൻ പറഞ്ഞാലും ചാവില്ലല്ലോ നീ. പിന്നെന്താ മാർഗം? കൊല്ലണം. കല്യാണം മുടങ്ങിയ വിഷമം കൊണ്ടാണ് നീ ഈ രീതിയിൽ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്ത് കേട്ടാലും എനിക്ക് വിഷമമില്ല. നിന്റെ സഹതാപൊന്നും എനിക്ക് വേണ്ട. നീ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അയാള്. അതെന്തുകൊണ്ടാണെന്ന് ഇനി കാണുമ്പോ നീ ചോദിക്കണം. അതറിഞ്ഞാൽ അയാൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാൻ ശ്രമിക്കാലോ. ഞാൻ ജയകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ തന്നെ കല്യാണം കഴിക്കണമെന്ന്. കാണുമ്പോ ഇനിയും പറയാം. അതുമാത്രം പറഞ്ഞാ പോരാ. നിങ്ങൾ തമ്മിൽ പിന്നെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിക്കൂടാ. പറയാനുള്ളതെല്ലാം പറഞ്ഞ് പരസ്പരം പിരിയണം. നീ വിചാരിക്കുന്നത് പോലെയുള്ള യാതൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. ഇടയ്ക്ക് അയാൾ വരുന്നത് എന്റെ കല്യാണം മുടക്കം മാത്രമാണ്. എന്നെ മറ്റാരും കല്യാണം കഴിക്കരുതെന്ന വാശിയില അയാള്. ഏട്ടൻ അയാളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. നിങ്ങളുടെ കല്യാണം നടന്ന അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാവും. അത് മാത്രമാണ് സത്യം. അത് മാത്രമാണ് സത്യമെങ്കിലും നിന്നെ ഇഷ്ടമായതുകൊണ്ടാ അയാൾ കല്യാണം മുടക്കാൻ വരുന്നത്. അതിന്റെ അർത്ഥം ജയകൃഷ്ണനെ എനിക്ക് കിട്ടില്ലെന്നല്ലേ? അതിന് കാരണം നീയാ, നീ മാത്രം. നീ ജീവിച്ചിരുന്ന എന്റെ കല്യാണം നടക്കില്ല മായേ. ഒന്നുകിൽ നീ മരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലണം. വേറെ ഒരു വഴിയും മുന്നിലില്ല. ആരും കൊല്ലാതെ സ്വയം ചത്തൂടെ നിനക്ക്? ഇത്രയും നേരം ഞാൻ നിന്നോട് മയത്തി സംസാരിച്ചത് നിന്റെ വിഷമം മനസ്സിലാക്കിയിട്ടാ. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നിന്റെ മനസ്സിലുള്ളത് ജയകൃഷ്ണനോടുള്ള സ്നേഹമല്ല, സമൂഹത്തോടുള്ള പകയാണ്. കല്യാണം കഴിഞ്ഞാലും ജയകൃഷ്ണനെ സ്നേഹിക്കാൻ പറ്റില്ല നിനക്ക്. പകരം എന്നെ കൊല്ലണം. എന്നിട്ട് സുഖമായി ജീവിക്കോ നീ? ജീവിക്കും. അതിനു മുൻപ് നിന്റെ ശവം കാണണോ എനിക്ക്? കൊല്ലം തല്ലു എന്നൊക്കെ പറഞ്ഞ് മനസ്സിന്റെ സ്വസ്ഥത തകർക്കാതെ സ്നേഹം എന്ന വാക്ക് പലവട്ടം ഉരുവിട്ട് പഠിക്ക്. അപ്പൊ ജയകൃഷ്ണൻ നിന്നെ മനസ്സിലാക്കിയെന്ന് വരും. ഉപദേശം വേണ്ട. ഞാൻ പറഞ്ഞത് അനുസരിച്ചാ മതി. അല്ലെങ്കിൽ വലിയ വീട്ടിൽ യശോദയും കൂട്ടി ഞാൻ ഒരിക്കൽ കൂടി വരും നിന്നെ കാണാൻ. ആ സ്ത്രീ ഇനി എന്നെ കാണാൻ വരുമെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ കണ്ടതിന്റെ ഹാങ് ഓവർ എപ്പോഴും ഉണ്ടാവുക തള്ളയുടെ മനസ്സിൽ. മകൻ സ്നേഹിക്കുന്ന പെണ്ണ് നല്ല എരിവുള്ള കാന്താരിമുളകാണെന്ന് പറഞ്ഞു തരാതിരിക്കില്ല തള്ള. പിന്നെ ജയകൃഷ്ണന്റെ കാര്യം, എനിക്ക് അയാളെ വേണ്ട. മൊത്തമായിട്ട് നീ തന്നെ അങ്ങ് എടുത്തോ. എപ്പോഴും എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എപ്പോഴെങ്കിലും എന്നെ ഇഷ്ടമാണെന്ന് തോന്നിയാൽ ഉടനെ പറയാലോ, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ. തീ കൊണ്ടാ നിങ്ങൾ കളിക്കുന്നത്. ആ പെണ്ണ് വെറുതെ ഇരിക്കില്ല. ഏത് പെണ്ണ്? യമുന. അല്പം മുമ്പ് എന്നെ വന്ന് കണ്ടിരുന്നു. നിങ്ങളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ കൊല്ലുമെന്ന് പറയാൻ. പേടിക്കണ്ട, അങ്ങനെയൊന്നും ചെയ്യാൻ അവൾക്കാവില്ല. പാവം പെണ്ണ യമുന. എന്നിട്ടെന്താ ആ പാവം പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാതെ ഒളിച്ചോടിയത്? ഒളിച്ചോടിയതല്ല, സത്യം എല്ലാവർക്കും അറിയായിരുന്നു. സത്യമോ? എന്ത് സത്യം? അവൾ എനിക്ക് എന്റെ ശോഭയെ പോലെയാണെന്ന സത്യം. എന്നാൽ യമുനയ്ക്കത് മനസ്സിലായിട്ടില്ല. കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതവൾക്ക് അറിയാമായേ, മനസ്സിലായില്ലെന്ന് ഭാവിക്കുന്നതാ. അതെനിക്കറിയേണ്ട ആവശ്യമില്ല.
നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാൻ പാടില്ല. ഒരാളെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ അനുവാദം വാങ്ങിയിട്ടാണ്. അതുപോലെ ഞാൻ മായയെ ഇഷ്ടപ്പെട്ടു. ഇനി മായയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതിയല്ലോ. ഞാൻ ഇഷ്ടപ്പെട്ടാലും ഏട്ടൻ സമ്മതിക്കില്ല. ഏട്ടനെ ഞാൻ സമ്മതിപ്പിച്ചോളാം. വെറുപ്പോടെയാണെങ്കിലും നിന്നെ ഒരിക്കലും എനിക്ക് തന്നല്ലോ ഏട്ടൻ. ഇനി എപ്പോഴെങ്കിലും സ്നേഹത്തോടെ തന്നാലും. ഇങ്ങനെ നാണില്ലാത്തൊരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇഷ്ടമല്ലെന്ന് പറയുന്ന പെണ്ണിനെ വേണ്ടാന്ന് വെച്ച് ഇഷ്ടമുള്ള ആരെങ്കിലും സ്നേഹിച്ചൂടെ? ഇഷ്ടം ഒരാളോടെ തോന്നാൻ പാടുള്ളൂ. പലരോടും ഇഷ്ടം തോന്നിയാൽ ആ ഇഷ്ടത്തിന് വേറൊരു അർത്ഥമാവും. ഞാൻ മായ ഇഷ്ടപ്പെടുന്നത് ശരിക്കും ഇഷ്ടം തോന്നിയിട്ട് തന്നെയാ. ഇഷ്ടമുള്ളവർ തമ്മിലാ ഒന്നിച്ച് ജീവിക്കേണ്ടത്. അതാ പൊട്ടിപ്പെണ്ണിനെ അറിയില്ല. എത്ര വട്ടം ഞാൻ അവളോട് പറഞ്ഞതാ ഇഷ്ടപ്പെടാൻ പറ്റില്ലെന്ന്. പിന്നെയും പിന്നെ അവളെന്നെ സ്നേഹിക്കുന്നത് എന്റെ കുറ്റം കൊണ്ടാണ്. മായേ, ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് അമ്മയും അനിയത്തിയും മായയുടെ ഏട്ടനും ഏട്ടത്തേമ്മയും ചേച്ചിയൊക്കെ എന്തിനാ എന്നെ വെറുക്കുന്നത്? ഞാൻ മായയ്ക്കൊരു ജീവിതം തരാമെന്ന് പറയുമ്പോൾ അവരൊക്കെ സന്തോഷിക്കല്ലേ വേണ്ടത്? അവരുടെ ഇഷ്ടം എന്തിനാ എന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ യമുന പറയുന്നത് ഞാൻ മനസ്സിലാക്കണ്ടേ? എന്റെ ഏട്ടനെയും ഏട്ടത്തിയമ്മയും ചേച്ചിയും ഞാൻ അനുസരിക്കണ്ടേ? എന്നെ വളർത്തി വലുതാക്കിയവരെ ധിക്കരിച്ച് ഒരു തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റില്ല. വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ശാശ്വതമായ ബന്ധം കൂടിയാണ്. നമ്മൾ ഒന്നിച്ചാ രണ്ട് വീട്ടുകാരും തമ്മിൽ പരസ്പരം കലഹിക്കുകയുള്ളൂ. എന്തിനാ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് പുതിയൊരു തീരുമാനം എടുക്കുന്നത്? ഇപ്പൊ യമുനയെ സ്നേഹിക്കാൻ പറ്റില്ലെങ്കിലും പിന്നീട് അതിന് പറ്റും. നിങ്ങൾ അവളെ തന്നെ വിവാഹം കഴിച്ച് അമ്മയെ സന്തോഷിപ്പിക്കണം. നല്ലൊരു കുടുംബമായി ജീവിക്കണം. അപ്പോ ആ ജീവിതത്തിലേക്ക് ഒരു ഓർമ്മത്തെറ്റായിട്ട് പോലും എന്റെ പേര് കടന്നു വരരുത്. അന്ന് പറഞ്ഞത് ഞാൻ വീണ്ടും പറയുക. നമുക്ക് നല്ല കൂട്ടുകാരാവാം, യമുനയുടെ സമ്മതത്തോടെ. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. നീ പറഞ്ഞതുപോലെ മറ്റൊരു മനുഷ്യനായി മാറാൻ ഞാൻ ശ്രമിക്കാം. ഇഷ്ടമല്ലെങ്കിലും യമുനയ്ക്കൊരു ജീവിതം കൊടുക്കാം. അമ്മ പറയുന്ന അനുസരിക്കാം. പക്ഷേ പകരം ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് എന്റെ മനസാക്ഷിയോട് മാത്രം പറയാൻ. നിനക്ക് വേണ്ടി ഒരുപാട് തല്ലുകൊണ്ടിട്ടുണ്ട് ഞാൻ. പലപ്പോഴും വീട്ടിൽ വന്ന് നിന്റെ ഏട്ടന്റെ ചീത്ത കേട്ടിട്ടുണ്ട് ഞാൻ. എല്ലാവരും അടക്കി ശപിച്ചിട്ടുണ്ടെന്നെ. അപ്പോഴൊക്കെ ഒരേ ഒരു മുഖം മാത്രമേ ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു വച്ചിരുന്നുള്ളൂ. നിന്റെ ഈ മുഖം. ഒരു കാര്യം മാത്രം എനിക്കറിയണമെന്നുണ്ട്. എപ്പോഴെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടിരുന്നോ നീ? അറിയാതെയാണെങ്കിലും നാവിൻ തുമ്പിലെത്തിയിരുന്നു ഞാൻ കേൾക്കാൻ കാത്തിരുന്ന വാക്ക്, ഇഷ്ടം. എന്താ ഇത്ര വൈകിയത്? ബാങ്കിൽ നല്ല തിരക്കായിരുന്നു ഏട്ടാ. അവിടെ അവൻ ഉണ്ടായിരുന്നോ, ആ അസിസ്റ്റന്റ് മാനേജർ? ഇല്ല. ഇപ്പൊ മര്യാദയ്ക്ക് ബാങ്കിലൊന്നും പോകാറില്ലെന്ന് കേട്ടു. സമയം കിട്ടണ്ടേ? നിനക്ക് വരണ കല്യാണാലോചനകൾ മുടക്കലല്ലേ ഇപ്പോഴവന്റെ പണി? പിരിച്ചു വിട്ടൂടെ അവനെ? ആട്ടെ, മാനേജർ എന്ത് പറഞ്ഞു? 2 മാസത്തെ സാവകാശം കൂടി തന്നിട്ടുണ്ട്. ഇനി അവധി പറയരുതെന്ന് പറഞ്ഞു. നോക്കട്ടെ, പലിശയ്ക്ക് വാങ്ങിയിട്ടാണെങ്കിലും നമുക്ക് ആ ലോൺ അടയ്ക്കണം. പിന്നെ പണയം വെച്ച മാലയും തിരിച്ചെടുക്കണ്ടേ? അതൊക്കെ പതുക്കെ മതിയേട്ടാ. ലോൺ അടയ്ക്കണം, അതാ പ്രധാനം. ആ, അടയ്ക്കണം. നിക്ക്. അശ്വതിയെ കണ്ടില്ലേ നീ? കണ്ടു. കല്യാണത്തെ പറ്റി പറഞ്ഞോ? പറഞ്ഞു. എങ്ങനെയാ മോളെ ഞാൻ അവളെ ആ ദുഷ്ടന് പിടിച്ചു കൊടുക്കണേ? അതിലും ഭേദം ഈ ഏട്ടൻ ഒരു മുഴം കയറിൽ
ജീവിതം അവസാനിപ്പിക്കണതല്ലേ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ നമ്മൾ എതിർത്തിട്ട് കാര്യമില്ലല്ലോ ഏട്ടാ. എന്നാലും അശ്വതിയെ കല്യാണം കഴിക്കണത് ഭരതനാണെന്ന് ഞാൻ എങ്ങനെ ഈ നാട്ടുകാരോട് പറയും? അവര് പിന്നെ നമ്മുടെ വീടിന്റെ പരിസരത്ത് വരുമോ? നശിപ്പിച്ച ആള് ജീവിതം കൊടുക്കാന്ന് പറയുമ്പോ അതെന്തിനാ വേണ്ടാന്ന് പറയുന്നതെന്നാണ് ചേച്ചി എന്നോട് ചോദിച്ചത്. എന്നാലും ഭരതൻ എന്ന വാക്കിന് മരണമെന്നാണ് അർത്ഥം. എത്ര പേരെ അവൻ കൊന്നു തള്ളി, എത്ര സ്ത്രീകളെ നശിപ്പിച്ചു, എത്ര പേരുടെ കാലും കൈയും തല്ലിയൊടിച്ചു. അവള് കാത്തിരിക്കുകയായിരുന്നില്ലേ അവനെ കൊല്ലാൻ? പെട്ടെന്നെന്താ അവളുടെ മനസ്സ് മാറിയത്? അതും ഈ നാടും നാട്ടുകാരും വെറുക്കണ ആളെ തന്നെ കല്യാണം കഴിക്കാൻ പെട്ടെന്നെന്താ അവൾക്ക് തോന്നിയത്? ഞാൻ ചേച്ചിയോട് വേണ്ടാന്ന് 2-3 വട്ടം പറഞ്ഞിരുന്നു ഏട്ടാ, കേൾക്കണ്ടേ? എന്നാലും പറയണം, പിന്നെയും പിന്നെയും പറയണം. അവളുടെ മനസ്സ് മാറണത് വരെ പറയണം. ഈ ഏട്ടൻ പ്രാർത്ഥനയോടെയാ കാത്തിരിക്കണം. അവള് ഭരതന് വേണ്ടാന്ന് ഈ ഏട്ടനോട് പറയില്ലേ മോളെ? ഭരതന്റെ മനസ്സ് മാറിയെന്ന് ഭാനുമതി ഏട്ടത്തി പറയുന്നുണ്ടല്ലോ, അത് സത്യമായി കൂടെ? അവന്റെ മനസ്സ് മുഴുവൻ ചോര മാത്രമേ ഉള്ളൂ. ചെയ്തു കൂട്ടിയില്ലേ ഒരുപാട് പാപങ്ങള്. ഏത് പുണ്യതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചാലും ആ പാപക്കറ മാറില്ല. ഭരതൻ ഒരു കാലത്തും മനുഷ്യനെ പോലെ ജീവിക്കാൻ പറ്റില്ല മായേ. അതെന്താ അശ്വതി മനസ്സിലാക്കാത്തെ? ഞാൻ ചേച്ചിയോട് പറഞ്ഞു നോക്കാം. നിന്റെ ഏട്ടത്തിയമ്മ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, അറിയോ നിനക്ക്? അശ്വതിയുടെ ജീവിതം പിന്നെയും ആ കാട്ടാളം പിച്ചു ചീന്നുവല്ലോ എന്നോർത്ത് അവൾ ആദ്യം പിടിച്ചിരിക്കുക. അമ്പലങ്ങളിൽ പോയി ഇപ്പൊ ശാരദ പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്ര, ഈ കല്യാണം നടക്കരുതേ എന്ന് മാത്രം. അവളുടെ പ്രാർത്ഥന ഈശ്വരന്മാർ കേൾക്കില്ലേ? അശ്വതി ഭരതനെ വേണ്ടാന്ന് പറയില്ലേ? പറഞ്ഞില്ലെങ്കിൽ ഈ ഏട്ടൻ പിന്നെ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? വിജേട്ടാ, അശ്വതി എവിടെ മോളെ? അവള് പിന്നാമ്പുറത്തുണ്ട്. എന്തെങ്കിലും പറഞ്ഞോ അവള്? എന്തു പറയാം? അല്ല, ഭരതന്റെ കാര്യം അതവള് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ ശാരദ. എന്റെ ഗുരുവായൂരപ്പാ, എങ്ങനെ തോന്നി അശ്വതിക്ക് ഭരതനെ കല്യാണം കഴിക്കണോന്ന് പറയാൻ? എന്റെ ഈശ്വര, അവളുടെ മനസ്സ് മാറ്റിത്തരണേ ഭഗവാനേ. മോളെ, നിന്റെ പേരിൽ ഞാനൊരു അർച്ചന നടത്തിയിട്ടുണ്ട്. എന്തിനാ എടുത്തി? മക്കളെ പേരിൽ അമ്മമാര് സാധാരണ എന്തിനാ അർച്ചന നടത്തുന്നത്? മക്കൾക്ക് നല്ലത് വരാൻ. അപ്പൊ പിന്നെ ഈ അമ്മ പറയുന്നത് മക്കൾ കേൾക്കണം. പറഞ്ഞോളൂ എടുത്തി. നീ ഭരതനെ കല്യാണം കഴിക്കരുത് അശ്വതി. അവൻ ആരാണെന്ന് ഈ നാട്ടിലുള്ളവർക്ക് മുഴുവനും അറിയാം. നിനക്ക് മാത്രം എന്താ അവനോട് ഇത്ര വലിയ സ്നേഹം? വേണ്ട വേണ്ട മോളെ, അവന്റെ മനസ്സ് മാറിയിട്ടൊന്നുമില്ല. എല്ലാം വെറുതെ പറയുന്നതാ. നിന്നെ അവൻ കല്യാണം കഴിക്കുന്നതേ സ്നേഹിക്കാനല്ല, പഴയ കഥകളൊക്കെ ഓർമ്മിപ്പിച്ച് ശിക്ഷിക്കാനാ. ഭരതന് ഞാൻ വാക്ക് കൊടുത്തു പോയി എടുത്തി. ഇനി അത് മാറ്റി പറയാൻ പറ്റില്ല. നിന്റെ ഏട്ടന്റെ സങ്കടം നീ കാണുന്നില്ലേ? എന്നിട്ടും എന്തിനാ ഈ പിടിവാശി? എടുത്തി, എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ ഒരു ജീവിതം വേണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. മറ്റാരും എന്നെ സ്വീകരിക്കാൻ തയ്യാറാവില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ എന്നെ സ്വീകരിക്കാന്ന് പറഞ്ഞ ആളെ കല്യാണം കഴിക്കാൻ പോകുന്നേ. അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എടുത്ത് ഈ കല്യാണം നടത്തി തരണം. ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല അശ്വതി. നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, നിന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ ഈ വീട്ടിൽ നിന്ന് ആരും വരില്ല. നീയും വരില്ലേ ഈ ചേച്ചിയുടെ കല്യാണം കാണാൻ? നടക്കാൻ പോണത് കല്യാണം അല്ലെന്ന് എനിക്കറിയാം ചേച്ചി. നീ എന്താ പറഞ്ഞത്? നടക്കാൻ പോകുന്നത് കല്യാണം അല്ലെന്നോ? അതെ. പിന്നെന്താ? അത് ഞാൻ തന്നെ പറഞ്ഞു തരണോ? വേണം.
ഒരു കുടുംബജീവിതം നയിക്കാനുള്ള കൊതി കൊണ്ടല്ല ചേച്ചി ഭരതനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. പിന്നെ അയാളെ കുടുംബജീവിതം നയിക്കാനുള്ള കൊതി കൊണ്ടല്ല ചേച്ചി ഭരതനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. പിന്നെ അയാളെ കൊല്ലാൻ. മായേ, എന്റെ മുന്നിൽ വെറുതെ നാടകം കളിക്കണ്ട. ഈ മുഖത്ത് ചെറിയൊരു വാട്ടം കണ്ടാൽ എനിക്കറിയാം ചേച്ചിയുടെ ഉള്ളിലുള്ള നോവിന്റെ ആഴം. അന്ന് മാത്രമല്ല ഇന്നും. ഇനി എന്റെ മുഖത്ത് നോക്കി പറയാവോ ഈ കല്യാണം ഭരതനെ ശിക്ഷിക്കാനല്ല സ്നേഹിക്കാനാണെന്ന്? ഞാൻ നിന്നെ മാത്രമേ പേടിച്ചിരുന്നുള്ളൂ. നിന്നെ മാത്രം. മനസ്സിലൊളിപ്പിച്ച സത്യം നീ ഏത് നിമിഷവും കണ്ടെത്തുമെന്ന് കരുതിയ പല ദിവസവും നിന്നോട് ഞാൻ അധികം സംസാരിക്കാതിരുന്നേ. ഭരതനെ കല്യാണം കഴിക്കാൻ ചേച്ചി തീരുമാനിച്ചു എന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്കത് മനസ്സിലായി. ഇനി നിന്നോടൊന്നും മറക്കുന്നില്ല. ഈ നാട്ടിൽ ഒരു പെണ്ണിനും എനിക്ക് സംഭവിച്ചത് സംഭവിക്കാതിരിക്കാൻ തുനിഞ്ഞിറങ്ങുക നിന്റെ ചേച്ചി. ഞാനവനെ ബാക്കി വെക്കില്ല മായേ. ഒരാളെ കൊന്നതുകൊണ്ട് ഈ നാട്ടിലെ ദുഷ്ടന്മാരെ മുഴുവൻ നശിക്കില്ല ചേച്ചി. അപ്പോഴും വിശ്വംഭരൻ ബാക്കിയുണ്ടാവും. പുതിയ ആളുകൾ വരും. എന്നാലും ആരെങ്കിലും ഒരാൾ തുടങ്ങി വെക്കണ്ടേ? അത് ഞാൻ തന്നെ ആയിക്കോട്ടെ. പോലീസ്, കേസ്, കോടതി, ഈ വീട്ടിൽ ആർക്കെങ്കിലും സ്വൈര്യം കിട്ടുമോ? കാല് വയ്യാത്ത ഏട്ടന് കയറി ഇറങ്ങേണ്ടി വരില്ലേ കോടതിയില്? അങ്ങനെ എല്ലാവരും കാണുക ഞാൻ അവനെ കൊല്ലില്ല മായേ. അവൻ ചത്തു കിടക്കുമ്പോഴും ഞാനാണത് ചെയ്തതെന്ന് ആരും പറയില്ല. അത്രയും നാൾ കാത്തിരിക്കും ഞാൻ. ആരും അറിയാതെ കയ്യകലത്തിൽ കിട്ടുന്നത് വരെ അവന്റെ ആയുസ് നീട്ടിക്കൊടുക്കും. വേണ്ട ചേച്ചി, വേണ്ട. നമുക്ക് ഈ കല്യാണം വേണ്ട. ഇപ്പൊ തന്നെ ഏട്ടനോട് എല്ലാം പറയാൻ പോവാ ഞാൻ. നിക്ക്. ഈ ചേച്ചിയെ ഇനിയും ജീവനോടെ കാണുന്നുണ്ടോ നിനക്ക്? നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ഈ കല്യാണം നടക്കില്ല. പക്ഷേ പിന്നെ നിന്റെ ഈ ചേച്ചി ഈ ഭൂമിയിലെങ്ങും ഉണ്ടാവില്ല. ചേച്ചി, പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞ ആ കാട്ടാളനെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നിന്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ജന്മം? അന്നേ ചത്തൂടായിരുന്നു എനിക്ക്. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ. അത് നീയായിട്ടില്ലാതാക്കരുത്. അയാളുടെ അമ്മയാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഭാനുമതി. അവരോട് എനിക്ക് ചോദിക്കണം മായേ. മാനം കെടുത്തി പിച്ച് ചീന്തിയിട്ട് പിന്നെ കല്യാണം കഴിച്ചാൽ ആ പെണ്ണിനെ ലോകം എന്ത് വിളിക്കുന്നു? ഭാര്യയെന്നോ വെപ്പാട്ടിയെന്നോ? പിന്നെ അവര് നെഞ്ചു പൊട്ടി കരയുമ്പോഴും ഉത്തരം പറയിപ്പിക്കും ഞാൻ. നീ അശ്വതിയോട് സംസാരിച്ചോ മോളെ? പറയുമായേ, അവൾ എന്താ പറഞ്ഞത്? അത് പിന്നെ പറഞ്ഞു മായേ. ഇനി എന്ത് കേട്ടാലും ഞാൻ തളരില്ല. അത്രയ്ക്കും ഞാൻ അനുഭവിച്ചു. ഇനി അതിൽ കൂടുതൽ എന്താ വരാനുള്ളത്? ഭരതനുമായിട്ടുള്ള കല്യാണം നടക്കണമെന്ന് തന്നെയാ ചേച്ചി പറയുന്നത്. ഭവിഷ്യത്തുകളൊക്കെ നീ പറഞ്ഞു കൊടുത്തില്ലേ അവൾക്ക്? എന്നിട്ടും ഇനി ആര് നിർബന്ധിച്ചാലും ചേച്ചി അനുസരിക്കില്ലേട്ടാ. മനസ്സങ്ങനെ പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞു. ഈശ്വര, എന്തു പറ്റി ഈ പെണ്ണിന്? ആളെ കൊല്ലണ ഒരു തെമ്മാടിയെ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമല്ലേ അത്? അതൊക്കെ ഞാൻ പറഞ്ഞതാ ഏട്ടാ, അനുസരിക്കണ്ടേ? വേറെ ആർക്കുണ്ടെങ്കിലും പറയിപ്പിച്ചാലോ? നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്ത ആള് ഇനി വേറെ ആരെങ്കിലും പറഞ്ഞ കേക്കോ ഏട്ടാ? നിനക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ മായി? അശ്വതി ഭരതനും തമ്മിലുള്ള കല്യാണത്തെ പറ്റി ആലോചിക്കാൻ പറ്റണില്ല. പക്ഷേ ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് നടത്തിയല്ലേ പറ്റൂ. നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ മായ. ആ കല്യാണം നമുക്ക് നടത്താൻ പറ്റുമോ? വിവാഹത്തിന് ആരെങ്കിലും ക്ഷണിക്കാൻ പറ്റുമോ? അഥവാ ക്ഷണിച്ചാലും കല്യാണത്തിൽ പങ്കെടുക്കാൻ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? അതെന്താ അശ്വതി മനസ്സിലാക്കാത്തെ? കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേട്ടാ. ആ കല്യാണം നടന്നേ തീരുന്ന ചേച്ചി പറയണത്. എന്തിനാ അവൾക്ക് ഇത്രയും പിടിവാശി? വേറെ നല്ല കല്യാണം ആലോചിക്കാമെന്ന് പലവട്ടം പറഞ്ഞതല്ലേ? കല്യാണം വേണ്ടെന്ന് അശ്വതി പറഞ്ഞതുകൊണ്ടാ ഞാൻ. ഇനിയിപ്പോ എന്തു ചെയ്യും എന്റെ ഈശ്വര? ഏട്ടൻ വിഷമിക്കരുത്. നമുക്കൊരു ഭാരമാവേണ്ടെന്ന് കരുതിയാവണം ചേച്ചി ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അവൾ എങ്ങനെയാ മായ നമുക്കൊരു ഭാരമാകുന്നു? ഒരു
ഒരു തെറ്റു സംഭവിച്ചു എന്ന് കരുതി വെറുക്കാൻ പറ്റുമോ അവളെ? തെറ്റ് ചെയ്തത് ചേച്ചിയല്ലല്ലേ ഏട്ടാ, ഭരതനല്ലേ. അക്കാര്യം പറഞ്ഞ് ചേച്ചിയെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇവളെന്താ ഇങ്ങനെ? വല്ലാത്തൊരു വാശി പോലെ. നമ്മളൊക്കെ അത്രയ്ക്കും അന്യരായി പോയോ അവൾക്ക്? ഭരതനെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ലെന്ന് തീർത്തു പറഞ്ഞു ചേച്ചി. ഇനി നിർബന്ധിച്ചിട്ട് ഒരു കാര്യമില്ല ഏട്ടാ. ചേച്ചിയുടെ മനസ്സ് മാറില്ല. ആ വിശ്വംഭരനാണെങ്കിൽ കൊല്ലുമെന്നും തിന്നുമെന്നും പറഞ്ഞ് പുറകെയുണ്ട്. അയാൾക്കിഷ്ടമില്ലാത്തത് ആരെങ്കിലും ചെയ്താൽ കഥ കഴിക്കില്ലേ മായി? ഇതൊക്കെ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അശ്വതിക്ക് അറിയാലോ. എന്നിട്ടും ഭരതൻ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. വിശ്വംഭരന്റെ ഭീഷണി അവഗണിക്കാൻ പറ്റില്ല. ഭരതനെ പേടിച്ച ദാമോദരൻ മാഷും വിലാസിനിയും ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് അവർ ഭരതന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അതിനു പകരം ഒരുപാട് അനുഭവിച്ചു നന്ദിനി. ഇപ്പൊ കണ്ടില്ലേ, അവളെക്കുറിച്ചും യാതൊരു വിവരവുമില്ല. നന്ദിനി ബാംഗ്ലൂരിൽ സുഖമായി താമസിക്കുന്നുണ്ട്. ഭരതൻ അവളെ തേടി ഒരിക്കലും ബാംഗ്ലൂർക്ക് പോവില്ല. പിന്നെന്തിനാ പേടിക്കുന്നേ? എന്നിട്ടും ആ ഗുണ്ടയെ തന്നെ കല്യാണം കഴിക്കാൻ പോവുമല്ലേ അശ്വതി? ഒരു ഈശ്വരനും അശ്വതിക്ക് നല്ല വഴി കാട്ടിക്കൊടുക്കുന്നില്ലല്ലോ. ഇത്രയും അനുഭവിച്ചതുപോലെ. നമുക്ക് പ്രാർത്ഥിക്കാം ഏട്ടാ. എന്തെങ്കിലും ചേച്ചി പറയും ഈ കല്യാണം വേണ്ടാന്ന്. അതുവരെ കാത്തിരുന്നൂടെ? കാത്തിരിക്കാം, അല്ലാതെ വേറെന്താ ഒരു പോംവഴി? ഏട്ടൻ പോയി കിടന്നോ. ചേച്ചിയുടെ മനസ്സ് മാറണമെന്ന് ഞാനും പ്രാർത്ഥിക്കാം. എന്റെ ഈശ്വര, എങ്ങനെ പറയൂ ഏട്ടനോട് ഈ കല്യാണം ഭരതന് വേണ്ടി ചേച്ചി ഒരുക്കുന്ന കെണിയാണെന്ന്? പറഞ്ഞ ചേച്ചി എല്ലാവരും വിട്ടു പോവില്ലേ? ഇതെന്തൊരു ശിക്ഷ! എന്താ വിജയേട്ടാ? ഈശ്വരൻ നമുക്കൊരിക്കലും മനസ്സമാധാനം തരില്ല ശാരദേ. എല്ലാം മറന്ന് സ്വസ്ഥമായി ജീവിച്ചതായിരുന്നു. ഇനി മരണം വരെ സമാധാനം ഉണ്ടാവില്ല. എന്തിനാ ഈശ്വരൻ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കണത്? അതിന് തക്കവണ്ണം നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? മായ മാത്രല്ല, ഞാനും സംസാരിച്ചത് അശ്വതിയോട്. ഒരു പ്രയോജനം ഉണ്ടായില്ല. നമുക്കറിയില്ലേ വിജയേട്ട അശ്വതിയെ? ഒരു കാര്യം തീരുമാനിച്ചാ പിന്നെ അവൾ ആര് പറഞ്ഞാലും കേക്കില്ല. അതുപോലെയാണോ ഇത്? എല്ലാവരും വെറുക്കണ ഒരു ഗുണ്ടയോടൊപ്പം ജീവിക്കാൻ എന്തിനാ അവള് വാശി പിടിക്കണത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ എതിർത്താലും അവൾ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ വിജയേട്ട വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നത്? വരും പോലെ വരട്ടെ എന്ന് വിചാരിക്കണം. എല്ലാം ഈശ്വരൻ നിശ്ചയിക്കുന്നത് പോലെ നടക്കട്ടെ. അങ്ങനെ ഒരു ഗുണ്ടയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാനായിരുന്നെങ്കിൽ എന്തിനാ നമ്മൾ ഇക്കാലം അത്രയും പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചത്? അരുതാത്തത് നടന്ന ആ രാത്രി തന്നെ ഭരതന് പിടിച്ചു കൊടുത്തുകൂടായിരുന്നു അവളെ? തലയിൽ എഴുതി വെച്ചത് തലോടിയ പോവോ? നശിപ്പിച്ച ആള് തന്നെയല്ലേ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ സമാധാനിക്കാൻ നമുക്ക്. എന്നാലും നമ്മൾ എങ്ങനെ സഹിക്കും? കാലും തല്ലിയോടിച്ച് അനിയത്തിയെ നശിപ്പിച്ചവൻ. ഈശ്വര, ചിന്തിക്കാൻ പോലും പറ്റണില്ല. ചിന്തിക്കാതിരുന്നാ പറ്റുമോ? ഭരതന്റെ മനസ്സ് മാറിയെന്നും അവൻ നല്ലവനായെന്നും വിശ്വസിച്ചിരിക്കുക അവള്. സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ ഭാനുമതി ഉണ്ടല്ലോ. മനസ്സിന്റെ സ്വസ്ഥത മുഴുവൻ നശിപ്പിച്ചതവരാ. നമ്മളെ ഇങ്ങനെ തീ തീറ്റണതിന് ദൈവം ഒരു കാലത്തും അവർക്ക് മാപ്പ് കൊടുക്കില്ല. അത് ഭാനുമതിയുടെ തെറ്റല്ല വിജയേട്ട. ഭരതൻ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചല്ലേ അവരെ. അവരൊരു പാവ സ്ത്രീയാ. നമുക്കൊരു ദോഷം വരണമെന്ന് അവരാഗ്രഹിക്കില്ല. ശരിയായിരിക്കാം, പക്ഷേ സംഭവിച്ചില്ലേ? വീണ്ടും പഴയതൊക്കെ ആവർത്തിക്കാൻ പോവല്ലേ? ആ, അതിനിടയ്ക്ക് വേറൊരു കാര്യം ഉണ്ടായി. എന്താ? ജയകൃഷ്ണൻ കടയിൽ വന്നിരുന്നു. മായയെ കല്യാണം കഴിച്ചു തരണമെന്ന് പറയാനല്ലേ? അല്ലാതെ അയാൾക്ക് വേറെ എന്താ പറയാനുള്ളേ? വിജയേട്ടൻ വല്ലതും ചെയ്തു അവനെ? എന്തു ചെയ്യാനാ? എന്ത് ചെയ്താലും അവൻ വരാതിരിക്കില്ല. ഇപ്പോഴും വന്നത് കണ്ടില്ലേ? എന്തു പറഞ്ഞു വിട്ടു? അവനോട്
അമ്മയും കൂട്ടി വരണമെന്ന് പറഞ്ഞു ഞാൻ. വലിയ വീട്ടിലെ യശോദ പെണ്ണ് ചോദിച്ചുകൊണ്ട് നമ്മളെ വീട്ടിലേക്ക് വരുമോ ചേട്ടാ? അപ്പോഴെനിക്ക് അങ്ങനെയാ പറയാൻ തോന്നിയത്. നന്നായി. ആ സ്ത്രീ ഒരു കാലത്തും ജയകൃഷ്ണനും മായും തമ്മിലുള്ള കല്യാണം നടത്താൻ സമ്മതിക്കില്ല. അവൻ എന്നോട് ചോദിക്കുക, അശ്വതിയെ ഭരതന് കൊടുക്കാമെങ്കിൽ മായയെ അവന് കൊടുത്തൂടേന്ന്. അത് പറയാൻ ഇടവരുത്തിയത് അശ്വതിയുടെ പിടിവാശിയല്ലേ? നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. ഇപ്പൊ അവർക്ക് പഴയ സ്നേഹമൊന്നും ഇല്ല നമ്മളോട്. ഒരുതരം വെറുപ്പാ. എങ്ങനെയാ വെറുക്കാണ്ടിരിക്കുക? ഇനി നമ്മളെയും അവരൊറ്റപ്പെടുത്തും. ഭരതന്റെ അളിയനല്ലേ ഞാൻ. പഴയ പോലെ ഇനി എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? അവരുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുമോ? സ്വസ്ഥമായി ഈ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? കാണുന്നവർ മുഴുവനും കളിയാക്കി ചിരിക്കില്ലേ? നമ്മൾ വിചാരിച്ച ആ കല്യാണം തടയാൻ പറ്റില്ല വിജയേട്ടാ. പറ്റില്ല ശാരദേ. ഞാനായിട്ട് ഭരതന്റെയും അശ്വതിയുടെയും കല്യാണം നടത്തി കൊടുക്കില്ല. അതിലും ഭേദം ദാമോദരൻ മാഷെ പോലെ ജീവൻ ഒടുക്കണതാ. വിജയേട്ടാ, അവൾക്കങ്ങനെ തീരുമാനിക്കാമെങ്കിൽ നമുക്കും രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ഞാൻ അവളെ. അതോടെ അവൾ എന്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പൊക്കോളും. ഇനി എനിക്ക് അങ്ങനെ ഒരു പെങ്ങളില്ല ശാരദേ. അതെ, നീയും മായയും മാത്രം മതി എനിക്ക്. മായ, അത് അവളെ ഭരതൻ വന്ന് അനിയത്തിയാണെന്നും പറഞ്ഞു കൊണ്ടുപോകുമ്പോഴല്ലേ? കൊണ്ടുപോകില്ല. ഇന്നത്തെ ബാങ്കിൽ പോയില്ലേ? ആ, ലീവ് എടുത്തു. എന്തിനാ ലീവ് എടുത്തേ? അമ്മ എവിടെ പോയി? എന്തിനാ? അമ്മ എവിടെയെന്ന്? മുറിയിലുണ്ട്. എന്തിനാണാവോ ബാങ്കിൽ നിന്ന് ലീവ് എടുത്ത് അമ്മയെ കാണാൻ വന്നത്? തീരുമാനിച്ചോ യവനടുത്ത് തന്നെ കല്യാണം കഴിക്കാന്ന്? അമ്മേ, അമ്മേ, എനിക്ക് അമ്മയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നീ പറയാറുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ? ഇപ്പോഴെന്താ ഒരു പ്രത്യേകത? ഇതെന്റെ ജീവിതത്തിന്റെ കാര്യമാണ്. അമ്മ ദേഷ്യപ്പെടരുത്. ഇന്നെന്റെ മോൻ നല്ല മൂഡിലാണല്ലോ. അമ്മയോടെന്താ ഭയങ്കരമായൊരു സ്നേഹം. അമ്മയോട് എനിക്ക് സ്നേഹം ഇല്ലാണ്ടിരിക്കോ? പിന്നെ വഴക്കൂടുമ്പോ ദേഷ്യം കൊണ്ട് അതും ഇതൊക്കെ പറയുന്നല്ലാതെ. സോപ്പിടണ്ട. എനിക്കറിയാം ജയകൃഷ്ണ നീ എന്താ പറയാൻ പോകുന്നെന്ന്. എന്നാലും പറഞ്ഞു. അമ്മയെന്ന് വിളിച്ചോണ്ട് ഓടി വന്നതല്ലേ? ദേഷ്യപ്പെടുന്നില്ല? ഞാൻ വിജയേട്ടനെ പോയി കണ്ടിരുന്നു. വിജയേട്ടനോ? അതാരാ? എന്താ അമ്മ അറിയാത്ത പോലെ? മായയുടെ ഏട്ടൻ. പക്ഷെ നിന്റെ ശരീരത്തിൽ തല്ലുകൊണ്ട പാടൊന്നും കാണാനില്ലല്ലോ. എന്താ ഇത്തവണ അയാൾ നിന്നെ ഉപദ്രവിക്കാതെ വിട്ടോ? മായയുടെ കല്യാണം മുടക്കാൻ ചെന്നതുകൊണ്ടല്ലേ എന്നെ തല്ലിയത്. ഏത് ഏട്ടനും അത് ചെയ്യും. വളഞ്ഞു മൂക്ക് പിടിക്കണ്ട. എന്താ കാര്യം? ആദ്യം അത് പറ. മായയുടെ കല്യാണം മുടക്കാൻ ചെന്നതുകൊണ്ടല്ലേ എന്നെ തല്ലിയത്. ഏത് ഏട്ടനും അത് ചെയ്യും. വളഞ്ഞു മൂക്ക് പിടിക്കണ്ട. എന്താ കാര്യം? ആദ്യം അത് പറ. ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ് ഏതു നേരം നമ്മൾ തമ്മിൽ എന്തിനാ വഴക്കൂടുന്നത്? നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ, ഭാഗ്യം. നീ പറഞ്ഞത് ശരിയാ. വെറുതെ എന്തിനാ നമ്മൾ മായയുടെ പേരും പറഞ്ഞ് തല്ലുകൂടുന്നത്? അവളെ മറന്നേക്കേ. അവളോട് അമ്മയ്ക്ക് എന്താ ഇത്രയും ദേഷ്യം? നൊന്ത് പ്രസവിച്ച മോനെ കണ്ണും കലാശവും കാട്ടി മയക്കിയെടുത്താൽ ഏതമ്മയ്ക്കും ദേഷ്യം തോന്നും. നൊന്ത് പ്രസവിച്ചു നേരം വിളിച്ച് പറയണ്ട. എല്ലാ അമ്മമാരും നൊന്താ പ്രസവിക്കുന്നത്. സിസേറിയൻ നടത്തുമ്പോൾ നൊന്ത് പ്രസവിക്കണ്ട. ഈ അമ്മ അങ്ങനെ പുറത്തെടുത്തല്ലോ നിന്നെ. അത് ഓർമ്മപ്പെടുത്തണ്ടേ ഇടയ്ക്കൊക്കെ? എന്തു പറഞ്ഞാലും ഒരു തമാശയാ. അമ്മേ, എന്റെ ജീവിതം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് തീർത്തോട്ടെ. എങ്ങനെയെങ്കിലും ജീവിക്കാനായിരുന്നെങ്കിൽ നിന്നെ എന്തിനാ ഞങ്ങൾ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ? നിന്നെ ഈ നിലയിൽ എത്തിക്കാൻ എത്ര ലക്ഷം രൂപ ചെലവാക്കിയെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? ഓർമ്മയില്ല. എഴുതി വെച്ചിട്ടില്ല ആ കണക്ക്. എഴുതി വെച്ചിട്ടുണ്ട് 30 ലക്ഷം. ഓ,
അതില് എനിക്ക് തന്ന ആഹാരത്തിന്റെ കണക്കും കാണുമല്ലോ. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നൊരു പ്രമാണമുണ്ട്. ചോദിച്ചു നോക്ക് നിന്റെ അച്ഛനോട്, പറഞ്ഞു തരും. ഈ 30 ലക്ഷം ഞാൻ തിരിച്ചു തന്ന മായെ കല്യാണം കഴിക്കാൻ സമ്മതിക്കോ? അതിന്റെ പലിശ ആര് തരും? നിങ്ങളെ ഞാൻ അമ്മയെന്ന് വിളിക്കാൻ മടിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? എഴുതി വച്ചില്ലേ എനിക്ക് വേണ്ടി ചെലവാക്കിയ ആ കാശിന്റെ കണക്ക്? അമ്മേ, ഞാൻ കുടിച്ച മുലപ്പാലിന് പോലും വിലയിട്ടിട്ടുണ്ടാവൂല്ലോ നിങ്ങൾ. അത് ഫ്രീയാ, പണം തരണ്ട. സ്നേഹത്തോടെ സംസാരിക്കാൻ വന്നതാ ഞാൻ. പക്ഷേ ആ വാക്കിന്റെ അർത്ഥം അറിയാത്ത നിങ്ങളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. മായ കല്യാണം കഴിക്കാൻ എന്റെ അനുവാദം ചോദിച്ചു വന്നതല്ലേ നീ? അതുകൊണ്ടാ ചെലവാക്കിയ തുകയുടെ കണക്ക് പറഞ്ഞത്. നീ യമുനയെ കല്യാണം കഴിച്ചാൽ ആ തുകയുടെ 3 ഇരട്ടി വലിയ വീട്ടിലേക്ക് വരും. 5-6 കോടിയുടെ ആസ്തി ഉണ്ടടാ യമുനയ്ക്ക്. നിന്റെ ആ പീറ പെണ്ണ് എന്ത് കിട്ടും ഷെയറായിട്ട്? ആ ഞൊണ്ടിക്കാലിന്റെ പെട്ടിക്കടയോ? അവരുടെ വീട് പോലും പണയത്തിലാന്നാ കേട്ടത്. കാതിലും കഴുത്തിലുള്ളതൊക്കെ മുക്കുമുണ്ടാണത്രേ. ആകെ അവിടുന്ന് കിട്ടാനുള്ള ആ പെണ്ണിനെ മാത്രമാ ജയകൃഷ്ണ. എന്തിനാടാ പിച്ചക്കാരി പെണ്ണെ നിനക്ക്? യമുനയെ കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് ജീവിച്ചൂടെ? അമ്മേ, ഒരു ചെറിയ പനി വന്നാ പോരെ അമ്മേ ഈ പറഞ്ഞ കോടികളൊക്കെ ഒലിച്ചു പോവാൻ? ഓ, അതൊക്കെ വെറുതെ പറയുന്നതാ. ചെറിയ പനിയാണെങ്കിൽ പാരസെറ്റമോൾ മതി. പിന്നെ വലിയ പനിയാണെങ്കിൽ ഇൻഷുറൻസിന്റെ ഒരു കാർഡ് കൊടുക്കണം. ചികിത്സിക്കാനുള്ള കാശൊക്കെ അവര് തരും. ഛേ, ഇത്ര സില്ലിയായി കാര്യങ്ങൾ പറയാൻ കഴിയുന്നുണ്ടല്ലോ അമ്മയ്ക്ക്. പക്ഷേ ഒരു മകന്റെ മനസ്സ് കാണാത്ത എന്താ? എവിടെ പോയാലും നീ സുഖമായി ജീവിക്കണമെന്ന് ഈ അമ്മയ്ക്കുള്ളൂ. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ പ്രേമിക്കാനേ പറ്റൂ, ഭാര്യയാക്കാൻ പറ്റില്ല. ഭാര്യയാക്കേണ്ടത് വീടും സ്വത്തും ബാങ്ക് ബാലൻസും ഒക്കെ ഉള്ള പെണ്ണുങ്ങളെയാ. ഇക്കാലത്ത് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ നിന്റെ ജോലി കൊണ്ട് മാത്രം പറ്റില്ല. കൂടെ അമ്മായിയച്ഛന്റെ കാശും വേണം. അഴകുള്ള ചക്കയിൽ ചുളയുണ്ടാവില്ല മോനെ. അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ച സ്വത്ത് നോക്കിയിട്ടാണോ? എന്താ സംശയം? ചോദിച്ചു നോക്ക്. വലിയ വീട്ടിലന്ന് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. 3 ആന ഉണ്ടായിരുന്ന വീടാ. എന്നാ കേട്ടോ, അമ്മായി അച്ഛന്റെ സ്വത്ത് കണ്ട് കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അല്ല, ഇതിനിടയ്ക്ക് ഒരു കാര്യം മറന്നു. നീ ആ വിജയന്റെ വീട്ടിൽ പോയിരുന്നു പറഞ്ഞല്ലോ, എന്തിനാ? ഓ, കേൾക്കാൻ സമയമില്ലല്ലോ നിങ്ങൾക്ക്. ഇത്രയൊക്കെ കേട്ടില്ലേ? അതും കൂടെ പറഞ്ഞേക്കെന്റെ പൊന്നുമോൻ. പറയാനുള്ള മൂഡ് പോയി. സാരമില്ല. വിജയേട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താണാവോ? അമ്മ അവിടെ ചെല്ലണം. എന്തിനാ? അവന്റെ കാല് പിടിക്കാനോ? അതോ ആ മായപ്പെണ്ണിനിട്ട് 2 കൊടുക്കാനോ? പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ പോലും ഇല്ലല്ലോ അമ്മേ. ക്ഷമിച്ചു. എന്റെ മോൻ ധൈര്യമായിട്ട് പറ. അമ്മ പോയി ആ അമ്മ പോയി മായ എനിക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് പറഞ്ഞാ എല്ലാ പ്രശ്നവും തീരും. ഈ കൊല്ലത്തെ ഏറ്റവും വലിയ തമാശ നീ ഇപ്പൊ പറഞ്ഞത്. വലിയ വീട്ടിൽ യശോദ പെണ്ണ് ചോദിച്ച് ആ ഞൊണ്ടിക്കാലന്റെ വീട്ടിൽ പോണം. ദേഷ്യപ്പെടരുതെന്ന് നീ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. ദേഷ്യപ്പെടുന്നില്ല. ഒരു തവണ കൂടി നിനക്ക് അയാളെ പോയി കാണാൻ പറ്റുമോ? എന്തിനാ? മായെ കല്യാണം കഴിക്കാൻ ഒരു പിച്ചക്കാരനെയും കൊണ്ട് യശോദ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാൻ. അമ്മ വെറുതെ വിളിക്കരുത് അങ്ങനെ. എന്നെ നാണം കെടുത്തി കടന്നു കളഞ്ഞ നിന്നെ പിന്നെ എവിടെ കയറ്റി താമസിപ്പിച്ചത്? നീ യമുനയെ കല്യാണം കഴിക്കുമെന്ന് കരുതിയിട്ട് തന്നെയാ. ഇനി നീ മായയുടെ പേര് പറഞ്ഞാൽ യശോദ നിനക്കൊരിക്കലും മാപ്പ് തരില്ല. നിൽക്ക്. ആരാ? പ്രത്യേകിച്ച് ആരുമല്ല. ഇപ്പൊ നീയാണല്ലോ ഈ നാട്ടിലെ പ്രധാന താരം. ഒരുപാട് കേട്ടു മായാന്നുള്ള പേര്. അപ്പൊ തോന്നിയ മോഹ നിന്നെ ഒന്ന് കാണണമെന്നും വെറുതെ ഒന്ന് ഹായ് പറയണമെന്നും. അതിനെന്താ, ഹായ് പറഞ്ഞിട്ട് പൊയ്ക്കോളൂ. പൊയ്ക്കോളാം. അതിനു മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടണ്ടേ? പരിചയപ്പെടാം. എന്താ പേര്? ശോഭ. ഞാൻ കേട്ടിട്ടുള്ള സെലിബ്രിറ്റികളുടെ ലിസ്റ്റിലൊന്നും ഈ പേരില്ലല്ലോ. അപ്പൊ ചുരുങ്ങിയത് ഒരു കെയർ ഓഫ് എങ്കിലും വേണം. പറഞ്ഞു കേട്ടത് മുഴുവൻ ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. എന്തൊക്കെയാ പറഞ്ഞു കേട്ടത്? സുന്ദരിയാണെന്ന് 3-4 പേര് പറഞ്ഞു. ആണുങ്ങളെ വലവീശി പിടിക്കാൻ മിടിക്കുകയാണെന്ന് വേറെ ചിലരും. കണ്ണും കലാശവും കാട്ടി മയക്കാൻ അറിയാന്ന് എന്റെ അമ്മയും പറഞ്ഞു. കണ്ണും കലാശവും കാട്ടി ഞാൻ ആണുങ്ങളെ മയക്കിയെടുക്കുമെന്ന്
ഒരേ ഒരാളെ പറയൂ, വലിയ വീട്ടിൽ യശോദ. ആ തള്ളയുടെ ആരാ നീ? അതിലും നല്ലത് മറ്റൊരു പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതല്ലേ. ജയകൃഷ്ണന്റെ അനുജത്തിയാണ്. ഇപ്പോഴാ ആ കോറം തികഞ്ഞത്. ഇനി ആരും ഇല്ലല്ലോ ആ വീട്ടിൽ എന്നെ കാണാൻ വരാൻ. എന്തിനാ എല്ലാവരും നിന്നെ കാണാൻ വരുന്നതെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരണോ? വേണ്ട, എനിക്കറിയാം. അത് പറയാനാ ഞാനും വന്നത്. യമുനേട്ടത്തിയുടെ കല്യാണം നടന്നേ മതിയാവും ജയേട്ടനുമായിട്ട്. പണ്ടേ നടന്നേനെയാ കല്യാണം. ഇടയ്ക്ക് നീ വന്നപ്പോഴാ പ്രശ്നമായത്. യമുനെ ജയകൃഷ്ണൻ നിന്റെ സ്ഥാനത്താ കാണുന്നെന്ന് ജയകൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ സഹോദരിയും സഹോദരനും തമ്മിൽ കല്യാണം കഴിക്കാൻ പാടുണ്ടോ? അത് തെറ്റല്ലേ? ദേ, തെറ്റും ശരിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. അതൊക്കെ ഞങ്ങളുടെ വീട്ടുകാരിയാ. വേണ്ടത് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. വേണ്ടത് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോ അയാൾ കൈവിട്ടു പോയെന്ന് വരും. നിന്നെ കല്യാണം കഴിക്കും, അതല്ലേ സൂചിപ്പിച്ചത്? പെട്ടെന്ന് മനസ്സിലായല്ലോ. ബുദ്ധിയുണ്ട് നിനക്ക്. ഞാൻ തമാശ കെട്ട് നിൽക്കാൻ വന്നതല്ല. തമാശ പറയാൻ എനിക്കും സമയമില്ല. യമുനേട്ടത്തിക്ക് ജയേട്ടന് ഒരുപാട് ഇഷ്ടമാ. പറഞ്ഞു എന്നോട്, യമുന തന്നെ. ആ കല്യാണം നടന്നില്ലെങ്കിൽ യമുനേട്ടത്തി ജീവൻ ഉപേക്ഷിച്ചെന്ന് വരും. അങ്ങനെയല്ലല്ലോ അവൾ എന്നോട് പറഞ്ഞത്. വഴിയൊഴിഞ്ഞു തന്നില്ലെങ്കിൽ കൊല്ലുമെന്നാണല്ലോ. അവളത് പറഞ്ഞേ ഉള്ളൂ, ഞങ്ങൾ ചെയ്തെന്ന് വരും. ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ആരെയും ശല്യപ്പെടുത്താതെ മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവരാ ഞങ്ങള്. ജയകൃഷ്ണന്റെ പേരും പറഞ്ഞ് നിന്റെ തള്ള വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. പിന്നെ യമുന വന്നു, ഇപ്പതാ നീ. ഭീഷണിപ്പെടുത്തേണ്ട എന്നെയല്ല, നിന്റെ ഏട്ടനെയാ. യമുനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോ വഴിക്ക് വന്നെന്ന് വരും. എന്നെ വെറുതെ വിട്ടേക്ക്. ഒരിക്കൽ നിന്റെ ചേച്ചിയോട് എല്ലാം പറഞ്ഞിരുന്നു ഞാൻ. അവൾ എന്ത് ചെയ്തുന്നറിയോ? എന്റെ കരണത്തടിച്ചു. അതിന്റെ അർത്ഥം ജയേട്ടനെ ഞങ്ങൾക്ക് വിട്ടുതരില്ലെന്നാണെന്ന് ഇപ്പൊ മനസ്സിലായി. അതിന്റെ പകരം നിന്റെ ചേച്ചി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നീ നേരത്തെ പറഞ്ഞില്ലേ എന്നെ പറ്റി ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന്. കേൾക്കാത്തൊരു കാര്യം പറഞ്ഞു തരട്ടെ ഞാൻ. നിനക്ക് കിട്ടിയില്ലേ എന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ചൂടുള്ള ഒരു സമ്മാനം? അതുപോലെ ഞാനും പലർക്കും കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ പേര് പറഞ്ഞുതരാം, ക്രിസ്റ്റഫർ. ഈ നാട്ടിലെ കൊലകൊമ്പനായ ഒരാളാ. കവിളി പുകച്ചു വിട്ടു ഈ മായ. ഇനി ജയകൃഷ്ണന്റെ കല്യാണക്കാരും പറഞ്ഞോണ്ട് നിന്റെ വീട്ടിൽ നിന്ന് ആര് വന്നാലും വെറുതെ വിടില്ല ഞാൻ. ആ ഈനം പേച്ചി തള്ളയോട് പ്രത്യേകം പറഞ്ഞേക്ക്. ജയേട്ടനെ വിട്ടുതരില്ലെന്ന് നീ തീരുമാനിച്ചോ? ജയകൃഷ്ണന്റെ ഭർത്താവായിട്ട് വേണമെന്ന് ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളൊക്കെ ചേർന്ന് കാര്യങ്ങൾ അവിടെ കൊണ്ട് എത്തിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു പോയാ ഇവിടെ എന്താ സംഭവിക്കുക? സുനാമി വന്ന് എല്ലാരും ഒലിച്ചു പോവോ? നിലയ്ക്ക് നിർത്തേണ്ടത് എന്നെയല്ല, നിന്റെ ഏട്ടനെ. ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ഇപ്പോഴും എന്റെ പിന്നാലെ ഉണ്ട് അയാള്. ഞാൻ വെറുതെ ഒന്ന് മൂളിയാ മതി, അപ്പൊ എന്റെ കഴുത്തിലൊരു താലി വീഴും. സൂക്ഷിച്ചോളാം പറ നിന്റെ തള്ളയോട്. ഒരു ചായ.
ഭരതനല്ലേ? ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ പേര്. നേരിൽ കാണുന്നത് ആദ്യമായിട്ടാ. എന്നെ മനസ്സിലായിട്ടില്ലെന്നറിയാം. ഞാൻ മായ, അശ്വതിയുടെ അനിയത്തി. ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ പേര്. നേരിൽ കാണുന്നത് ആദ്യമായിട്ടാ. എന്നെ മനസ്സിലായിട്ടില്ലെന്നറിയാം. ഞാൻ മായ, അശ്വതിയുടെ അനിയത്തി. ഓ, ഞാനും ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഈ പേര്. തെറ്റിയതാണ്. നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ പേര് കേട്ട് കാണാനും വഴിയില്ല. നിങ്ങളെപ്പോലെ നാടറിയുന്ന ആളല്ലല്ലോ ഞാൻ. കളിയാക്കിയതാണെന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു ഫൂളാണെന്ന് ഞാൻ കരുതും. ഫൂളല്ലല്ലോ, കൊല്ലുന്ന രാജാവിന്റെ തിന്നുന്ന മന്ത്രിയല്ലേ, വിശ്വംഭരന്റെ വലങ്കൈ. ആയിരുന്നു, അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ പഴയ ഭരതനല്ല. ചേച്ചി പറഞ്ഞു മനസ്സുമാറി വിശുദ്ധനായ റോൾ മോഡലിന്റെ കഥ. അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്ന കരുതിയിട്ടാണോ പറഞ്ഞു നടക്കുന്നത്? ആരും വിശ്വസിക്കണമെന്നില്ല. എനിക്ക് എന്റെ മനസാക്ഷിയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. മനസാക്ഷി അങ്ങനെയൊന്നും ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഉണ്ട്. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എല്ലാം ഉണ്ട്. എല്ലാം അങ്ങനെ തന്നെയാണോ? തന്തയും തള്ളയും ഉൾപ്പെടെ? അതോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ലേ പേരെടുത്ത് പറയാൻ? നീ എന്നോട് വഴക്കിന് വന്നിരിക്കുകയാണോ? ആണെങ്കിൽ എന്തു ചെയ്യും? ഞാൻ മനസാക്ഷി ഇല്ലാത്ത ആളാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ എന്തും ചെയ്യും. പൊന്നുമോള് സ്റ്റാൻഡ് വിട്. സ്റ്റാൻഡ് വിടാം, പക്ഷെ എനിക്കൊരു വാക്ക് തരണം നിങ്ങൾ. എന്ത് വാക്കാണാവോ? എന്റെ ചേച്ചിയുമായുള്ള കല്യാണം വേണ്ടെന്ന് വെക്കണം. അത് നിന്റെ ചേച്ചി വന്ന് പറയട്ടെ, അപ്പ ആലോചിക്കാം. ചേച്ചി പറയില്ല. അതെന്താ? അത് ബാക്കിയില്ലേ? നിങ്ങൾ നല്ലവനായെന്ന് വിശ്വസിച്ചിരിക്കുക എന്റെ ചേച്ചി. അത് ശരിയാണ് മായ. പഴയതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. അത് നുണയാണ്. നിങ്ങൾക്കൊരിക്കലും നല്ലവനാവാൻ പറ്റില്ല. വെറുതെ അഭിനയിക്കണ്ട. എന്റെ ചേച്ചിയോട് നിങ്ങൾ പറയണം ഈ കല്യാണത്തിന് സമ്മതമല്ലാന്ന്. ഞാൻ അങ്ങനെ പറയില്ല മായ. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ അമൂല്യമായ സ്നേഹമാണ് എന്നെ തേടി വന്നിരിക്കുന്നത്. എനിക്കത് നഷ്ടപ്പെടുത്താനാവില്ല. അശ്വതിയെ തിരിച്ചു വേണമെന്ന് നിന്റെ ഏട്ടനും ഏട്ടത്തി അമ്മയും ഒരുമിച്ച് വന്ന് പറഞ്ഞാലും ഇനി വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഒരിക്കൽ നിങ്ങൾ ബലമായി കവർന്നെടുത്തതാ എന്റെ ചേച്ചിയുടെ ജീവിതം. ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്നതും അത് തന്നെയാ. അന്ന് നിങ്ങളെ ശിക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി ശിക്ഷ കിട്ടും. പണ്ട് ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ ഒന്നിച്ച് നിങ്ങളെ വേട്ടയാടാൻ വരും. നിങ്ങൾക്ക് എന്റെ ചേച്ചിയോട് നീതി പുലർത്താൻ പറ്റില്ല. ഒരു കുടുംബമായി ജീവിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ആശിച്ചിട്ടില്ല. അശ്വതിയെ കല്യാണം കഴിച്ച് ചെയ്തുപോയ തെറ്റുകൾക്ക് പരിഹാരം കാണണമെന്ന് കരുതിയിരുന്നു. പക്ഷെ അശ്വതി എന്നോട് തുറന്നു പറഞ്ഞു ഇഷ്ടമാണെന്നും ഒപ്പം ജീവിക്കാൻ സമ്മതമാണെന്നും. ഈ ഭൂമിയിൽ ഭരതന്റെ മനസ്സ് കണ്ട രണ്ടാമത്തെ സ്ത്രീയാ അശ്വതി. അത് ചേച്ചിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. തെറ്റുകൾ പൊറുക്കാമെന്നും ഒപ്പം ജീവിക്കാമെന്നും ഒരു പെണ്ണ് പറയുമ്പോൾ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, സ്നേഹം. സ്നേഹം ആ വാക്ക് നിങ്ങൾ പറയുമ്പോ അർത്ഥം മാറിപ്പോവും. ഒരുപാട് പേരെ സ്നേഹിച്ചിട്ടില്ലേ? തല്ലിക്കൊന്നും ചവിട്ടി മെതിച്ചും ചോര ഒഴുക്കിയും. നീ പറയുന്നത് ശരിയാണ് മായ. അന്ന് സ്നേഹം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴറിയാം ആ വാക്കിന്റെ ശക്തി. തടയരുത്. ഈ ജന്മത്ത് ഞാനത് അനുഭവിച്ചോട്ടെ നിന്റെ ചേച്ചിയോടൊപ്പം. ഇത്രയും കാലം എന്റെ ചേച്ചി ദുരിതങ്ങൾ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. നിങ്ങൾ തല്ലിയൊടിച്ച കാലുമായിട്ടാ എന്റെ വിജയേട്ടൻ ജീവിക്കുന്നത്. ഞങ്ങളുടെ മനസ്സിൽ വീണ്ടും തീ കോരിയിടരുത്. പഴയതൊക്കെ മറന്ന് ഞങ്ങൾ സമാധാനത്തോടെ ജീവിച്ചോട്ടെ. മായ, അങ്ങനെ തന്നെ ജീവിക്കണം. ഇനി നിന്റെ ചേച്ചിക്ക് ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരില്ല. ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. എന്റെ ജീവനെ പോലെ സ്നേഹിക്കും. സ്നേഹിച്ച് പഴയ തെറ്റുകളൊക്കെ തിരുത്തും. അപ്പൊ വിശ്വംഭരനോ? നിങ്ങൾ എന്റെ ചേച്ചിയെ കല്യാണം കഴിച്ചാ അയാൾ വെറുതെ ഇരിക്കോ? അതെനിക്ക് വിട്ടേക്ക്. അശ്വതിയുടെ ജീവിതം മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണ് എനിക്ക്. അവളെ ഉപദ്രവിക്കാൻ ആര് വന്നാലും അയാളുടെ വിധി ഭരതൻ തീരുമാനിക്കും. എങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ വിധിയും ഈശ്വരൻ തീരുമാനിക്കട്ടെ. നിക്ക്. ജീവിതം ദാനം തന്നയാള് സ്നേഹിക്കാനല്ല കൊല്ലാൻ എന്നെ പഠിപ്പിച്ചത്. അങ്ങനെയാ ഭരതൻ സ്നേഹത്തിന്റെ അർത്ഥം തിരിച്ചറിയാതെ പോയത്. മനസ്സിലെ ചോരക്കറയെല്ലാം മാഞ്ഞു പോയപ്പോ പഴയതെല്ലാം അവ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരമ്മയുടെ വാത്സല്യം, അച്ഛന്റെ സ്നേഹം, എന്റെ കുഞ്ഞനുജത്തിയുടെ ഇഷ്ടം, അവള് തരാറുള്ള ഉമ്മകളുടെ സ്നേഹസ്പർശം, അതിപ്പോഴും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാറുള്ള അവളുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അവള് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാനൊരു മനുഷ്യനായനെ. അരുതെന്ന് അവള് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയിരുന്ന സ്നേഹമാണ്
ഒരു തൂവൽ സ്പർശം പോലെ എന്നെ ഇപ്പൊ സാന്ത്വനിപ്പിക്കുന്നത്. ഇനി അശ്വതിയെ എനിക്ക് തരില്ലെന്ന് ആര് പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല. ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയുക, ഇനി ഈ കാര്യവും പറഞ്ഞ് നീ എന്നെ കാണാൻ വേണ്ടി വരരുത്. ഇപ്പോഴും നിന്റെ ചേട്ടൻ എന്നോട് ദേഷ്യമാണോ? അതെ. ഏട്ടത്തിയമ്മയ്ക്കോ? ഈ നാട്ടിൽ ആർക്കാ നിങ്ങളോട് ദേഷ്യം ഇല്ലാത്തത്? എല്ലാവർക്കും കൊല്ലാനുള്ള കലിയല്ലേ? അശ്വതി പറയുന്നത് ശരിയാ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പോഴും എന്നെ പേടിയാ. അത് കാര്യമൊക്കണ്ട. പതുക്കെ പതുക്കെ എല്ലാവരും മനസ്സിലാക്കിക്കോളും. ഭരതേട്ടൻ ഇനി ആരും ഉപദ്രവിക്കില്ലെന്ന്. നീ എന്താ വിളിച്ചേ? ഭരതേട്ടൻ. ഒരിക്കൽ കൂടി വിളിക്കാമോ? എന്തിനാ? കേൾക്കുമ്പോ ഒരു സുഖം തോന്നുന്നു. ഇനി കല്യാണം കഴിഞ്ഞിട്ട് വിളിക്കാം, പോരെ? കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മതിയെന്ന് അമ്മ പറയുന്നത്. അമ്മയോ? ഓ, ഭാനുമതി എടുത്തി. ശരിക്കും അമ്മയല്ലാത്തതുകൊണ്ടാ മറന്നു പോന്നത്. ഇനി അവരെ ഞാനും അമ്മയെന്ന് വിളിക്കണ്ടേ? വിളിക്കണം. നിന്നെയും അമ്മ മകളെ പോലെ സ്നേഹിക്കും. അങ്ങനെ സ്നേഹിക്കുന്ന രണ്ടുപേര് എന്റെ വീട്ടിലുണ്ട്. മൂന്നാമതൊരാൾ കൂടി വന്നാൽ സ്നേഹം ഒരുപാടാവും. അധികമായാൽ അമൃതം വിഷമെന്ന് കേട്ടിട്ടില്ലേ? ഏയ്, സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രം അത് സത്യാവില്ല. സ്നേഹം എത്ര കിട്ടിയാലും മതിയാവില്ല. അത് നിങ്ങളെ പോലെയുള്ളവർക്ക്. ഇത്രയും കാലം കിട്ടാതിരുന്ന സ്നേഹം ഒന്നിച്ചു കിട്ടുമ്പോ സൂക്ഷിക്കണം. ചതിക്കുഴികൾ ഉണ്ടാവും പിന്നിൽ. സത്യം മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്നവർ ഒരിക്കലും ചതിക്കില്ല അശ്വതി. അങ്ങനെയെങ്കിലും അങ്ങനെ, ഞാൻ എതിർക്കുന്നില്ല. അശ്വതിയുടെ വീട്ടിൽ വന്ന ഏട്ടനോടും ഏട്ടത്തിയോടും കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് നടത്തുന്നതെന്ന് പറഞ്ഞോട്ടെ ഞാൻ. പറയുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ മുന്നിൽ നിൽക്കുന്നത് പഴയ ഭരതനല്ലാന്ന് വിജയേട്ടൻ തിരിച്ചറിഞ്ഞ നല്ല തല്ല് കിട്ടിയെന്ന് വരും. ജയകൃഷ്ണന് പതിവായി കിട്ടുന്നത് പോലെ. ആരാ ഈ ജയകൃഷ്ണൻ? ഓ, പറയാൻ മറന്നു. നമ്മുടെ കഥയിൽ അങ്ങനെ ഒരു കഥാപാത്രം കൂടിയുണ്ട്. മായയ്ക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറുള്ള ഒരു മന്ദബുദ്ധി. അയാൾ മായയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുത്തൂടെ? അതിനാദ്യം മായ സമ്മതിക്കണം, പിന്നെ ജയകൃഷ്ണന്റെ അമ്മ, ഒടുവിൽ എന്റെ ഏട്ടൻ. അത്ര എളുപ്പമൊന്നും ആ കല്യാണം നടക്കില്ല. ഇന്നലെ എന്നെ കാണാൻ മായ വന്നിരുന്നു. മായ എന്തിനാ? നമ്മുടെ കല്യാണം നടക്കരുതെന്ന് പറഞ്ഞു. വേറെന്തെങ്കിലും പറഞ്ഞോ അവള്? പറഞ്ഞു. എന്താ എന്താ പറഞ്ഞത്? ഞാൻ മനസാക്ഷിയില്ലാത്ത ആളാണെന്ന്. അവള് പറഞ്ഞത് ശരിയല്ലേ? അത് പഴയ കഥയല്ലേ ശ്രുതി? ഇപ്പൊ ഞാൻ മാറിയില്ലേ? അത് സത്യമാണെന്ന് വെറുതെ പറഞ്ഞാ പോരാ, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുത്തൂടെ? കാണിച്ചു കൊടുക്കണം. നമ്മുടെ കല്യാണത്തിന് ആരും വരില്ലെന്ന് അമ്മയും പറഞ്ഞു. പേടിച്ചിട്ടാ? സാരമില്ല. സത്യം അറിയുമ്പോ നാട്ടുകാർ സ്നേഹിച്ചു തുടങ്ങും. അപ്പൊ എല്ലാവരെയും വിളിച്ച് ഒരു സദ്യ കൊടുക്കാം. ശരിയാണ് അശ്വതി. കല്യാണത്തിനും മാത്രമല്ല, അടിയന്തരത്തിനും സദ്യ നടത്താം. നാട്ടുകാർ മുഴുവൻ പങ്കെടുത്തോളും. നിന്റെ ശവം കാണാൻ കാത്തിരിക്കുക എല്ലാവരും, എന്നെ പോലെ തന്നെ. അശ്വതി എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ ഓർത്തത് ഏട്ടന്റെ ഏട്ടത്തിനും കാര്യമല്ലേ? നീ തന്നെ വിളിച്ചാ മതി, അവര് വരാതിരിക്കില്ല. വിളിച്ചു നോക്കാം, ഉറപ്പൊന്നുമില്ല. എന്നാലും സാരമില്ല, ആരും വന്നില്ലെങ്കിലും ഈ കല്യാണം നടക്കും.